ഉണ്ടോ നോക്കണം. ആരാ വേണം അല്ലേ? ഇവിടെ ഇവിടെ അവിടെ ആരുമില്ല. ഇവിടെ നോക്കണ എവിടെ ഇയാളെ മോനെ എവിടെ പോയത്? അവൻ ഇവിടെ ഇല്ലാന്ന്. എവിടെ പോയാ മോനെ? അവൻ ഇവിടെ ഇല്ല പറഞ്ഞില്ലേ, 2 ദിവസമായി പോയിട്ട്. എവിടെ പോയാലും അവന്റെ അവസാനമാണ് കേട്ടാ. ഇത് എന്തിനാ കുട്ടി അകത്തേക്ക് കയറി പോയി? ഇല്ലാന്ന് നോക്കടാ, അവൻ അകത്ത് ഒളിച്ചിരിപ്പുണ്ടാവും. എന്താണ്ടായി? എന്താണ്ടത് ഞങ്ങൾക്ക് അറിയില്ലല്ലേ? ഇല്ലെന്ന്. ഞങ്ങളുടെ പാർട്ടിയുടെ കൊടി ചവിട്ടിന്നാണ് അവൻ ഫേസ്ബുക്കിൽ എടുത്ത് ഫോട്ടോ ഇട്ടേക്കണത്. ഇത്രേ ഉള്ളു കാര്യം. നിങ്ങളൊക്കെ രാഷ്ട്രീയക്കാരല്ലേ, ഇതൊക്കെ ഒരു പുത്ര പ്രശ്നമാക്കി. ഞങ്ങളെ പാർട്ടിയുടെ കൊടി ഒരുത്തനെ സമ്മതിക്കില്ല. എന്താ നിങ്ങൾ ഇങ്ങനെ? എന്താന്നാ അവന്റെ ശവത്തിൽ ചവിട്ടി ഞങ്ങൾ ഫോട്ടോ എടുത്തിടും ഫേസ്ബുക്കിൽ. രാഷ്ട്രീയ വൈരാഗ്യം കാണിച്ച് വെറുതെ ജീവൻ കളയില്ല. എന്റെ കുട്ടി പാവാണ്. മൂപ്പിന്നെ മര്യാദക്ക് ജീവിച്ചോളം പറ. വളർത്തണമെങ്കിൽ അവനെ മര്യാദയ്ക്ക് വളർത്തിക്കൊള്ളണം. ഞങ്ങളെ പാർട്ടിയെ തൊട്ട് കളിച്ചാട്ടല്ലേ വിവരം അറിയും. 24 മണിക്കൂറിനുള്ളിൽ കൈയും കാലും തല്ലി ഓടിച്ച് പൂമാലണി ചെയ്യാൻ പോകും. അവനവനോ കാണാൻ പറ. ഓനെന്താണ് എന്റെ കൊടീന്റെ മുകളിൽ കയറി സെൽഫി എടുത്തത്? എന്റെ നെഞ്ചി ചവിട്ടി സെൽഫി എടുത്തിട്ട് കുഴപ്പമില്ല. അറിയാലോ ഓരോരുത്തരെയും വെച്ചേക്കൂല ഞങ്ങള്. തന്നേടൊന്നും നോക്കൂല. എടുത്തു ചാടി ഒന്നും ചെയ്യൂടാ. ഞങ്ങൾ ചെയ്യും. എന്താ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചത്? ഭ്രാന്ത് പിടിപ്പിക്കരുത്. തന്തയുടെ പ്രായമായി പോയി. ഒരുത്തനെയും വെറുതെ ഇവിടെ കത്തിക്കല്ലാത്തിന്. ഉണ്ണി എടുത്തല്ലോടാ. വേണ്ട അവനെ എവിടെ ഉണ്ടെങ്കിലും ഞങ്ങൾ വിടൂലവനെ. തനിക്കൊരു മോനില്ലാന്ന് കൂട്ടിക്കോ. അമ്മല്ലാത്ത കുട്ടിയല്ലേന്ന് കരുതിയിട്ടാ ലാളിച്ച് വളർത്തി. ഏത് നേരം രാഷ്ട്രീയവും പോലീസും അടിപിടിയും. എന്റെ കുട്ടിയുടെ ജീവൻ ആരുടെയെങ്കിലും കത്തിയുടെ മുമ്പത്ത് തീരും. അങ്ങനെയൊന്നും പറയല്ലേ സുഗതേട്ടാ. എന്താ പ്രശ്നം എന്നറിയോ സുഗത? മക്കളെ വളർത്തുമ്പോ വളർത്തണത് പോലെ വളർത്തണം. പിന്നെ അങ്ങനെ കയറൂരി വിടാൻ പാടില്ലായിരുന്നു. ഒരു പിടുത്തം നമ്മുടെ കയ്യിൽ വേണ്ടതായിരുന്നു. അതുണ്ടായില്ല. അതതിന്റെ കുഴപ്പം. ശരിയത്. പിന്നെ ഞാൻ ആലോചിക്കണ അതല്ല, ഈ മക്കള് കാണിക്കണ തോന്നിയാസത്തിന് വീട്ടിൽ വയസ്സായ ആളുകൾ ആക്രമിക്കാൻ നിൽക്കണ എന്തിനാ അവന്മാര്? അങ്ങനെയൊന്നും പറയണ്ട. കുറെയൊക്കെ അവനും വിചാരിക്കണം നന്നാണെന്നേ. അതെ, അവന്റെ അതേ പ്രായമില്ല. ഇവന് ഒരുമിച്ച് സ്കൂളിൽ പോയിരുന്നല്ലേ. ഇപ്പൊ ഇവനോ പഠിച്ച് ജയിച്ച് മാർക്ക് മേടിച്ച് ഇപ്പൊ PSC റാങ്ക് ലിസ്റ്റിലെ പേരും വന്നു. ഇനി ഉടനെ സർക്കാർ ജോലി കിട്ടും. എന്റെ കുട്ടിയുടെ ഗതി ഇങ്ങനെയൊക്കെ തന്നെയുള്ളൂ. കുറച്ചു കാലം മുമ്പ് നിന്റെ പ്യാരിയുടെ വാക്കും കേട്ടിട്ട് ഇവനും രാഷ്ട്രീയത്തിനകത്തും പറഞ്ഞിറങ്ങി. സംഗതി എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, പഠിക്കാനല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടിക്ക് വേണ്ടിയിട്ടാണ് ഇറങ്ങുന്നതെങ്കിൽ ആ വഴിക്കേണ്ട് പോയിക്കൊള്ളണം. പിന്നെ ആ പടി ഇങ്ങോട്ട് കയറരുതെന്ന് പറഞ്ഞു. അന്ന് നിർത്തിയല്ലോ. എന്താ കാര്യം? വിശപ്പ് സഹിക്കാൻ പറ്റില്ലേ? നക്കാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. അതന്നെ. നീയിപ്പോൾ ഇവനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സ്നേഹിക്കാൻ അവൻ്റെ അമ്മ ഉണ്ട്. ഞാൻ ഏത് നേരം അവനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അവനെ സമാധാനിപ്പിക്കാൻ ആരുമില്ലല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ലാളിച്ചു പോയി. അതന്നെ എൻ്റെ പ്രശ്നം. നിന്റെ ഭാര്യ മരിച്ച സമയത്തേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് വേറൊരു കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. അന്ന് കേട്ടില്ലല്ലോ. അന്ന് ഈ ചെക്കന് വേണ്ടിയിട്ടല്ലേ നീ കല്യാണം കഴിക്കാതിരുന്നത്. ഇപ്പം ഈ ചെക്കനും തലയിരിഞ്ഞ് പോയി. വീട്ടിലെ സഹായത്തിന് ഒരാളുമില്ല. എന്താടാ നിന്റെ കൈയിൻ്റെ മുകളിൽ? നിന്നോട് ഞാൻ നാങ്കടിക്കരുന്ന് പറഞ്ഞല്ലേ? പഠിക്കുന്ന കാലത്ത് ഞാൻ അവനോട് ഒരുപാട് പറയാറുണ്ട് സുധേട്ടാ, നീ വെറുതെ ഈ സമരത്തിന്റെ പിന്നാലെ നടന്ന പരീക്ഷ വരുമ്പോ പെട്ടുകൂട്ടാന്ന് ഞാൻ പറയാറുണ്ട്. അവന് അതെച്ചാ ഞാൻ പറഞ്ഞ് ചോദിച്ചു നോക്കിയേ, അവനെപ്പോഴും വലിയ വലിയ ആളുകളുടെ കൂടെ എങ്ങനെ കൂട്ട്. ഞാനൊക്കെ പറയുമ്പോ അവൻ എന്നോട് ദേഷ്യ. ഞാൻ പിന്നെ ഒന്നും പറയാൻ പോവാറില്ല. സത്യയുടെ എന്നാലും ഒരു തുണിയുടെ മുകളിൽ കയറി നിന്നൊന്നും പറഞ്ഞ് കൊല്ലാനൊക്കെ വരുമോ? തുണിയല്ലേ അമ്മ, അത് കൊടിയല്ലേ. കൊടിയായാലും തുണിയിലല്ലേ തയ്ക്കണത്. ഈ അമ്മയ്ക്ക് ഒന്നും അറിയില്ല. അതെ, അതിപ്പോ കൊടിയായാലും തുണിയായാലും അവർക്ക് ഒരുപോലെ തന്നെയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാരണം വേണം. അതിപ്പോ ഒരു മുട്ടുസൂചി ആയാലും മതി. അതിന്റെ പേരിലാവും ചിലപ്പോൾ കത്തിയെടുത്ത് കുത്തുക. ഒരു മനുഷ്യ പറ്റില്ലാത്തവരാ. അതിലൊരുത്തണ്ട് ഇങ്ങനെ വളഞ്ഞൊരു വടിയായിട്ട് ഇത് തല്ലാൻ വന്ന് മുടിയൊക്കെ നീട്ടിയിട്ട് ഞാൻ പ്രതികരിച്ചിരുന്നെങ്കിൽ അവരെന്നെ കൊന്നുണ്ടാവും. ഞാൻ മുണ്ടാതെ നിന്നു. ഒരു കാര്യം ചെയ്യ്, ഒരു 2 ദിവസം നീ പുറത്തേക്ക് ഇറങ്ങണ്ട.
അല്ല എങ്ങാനും വന്നിട്ട് മണ്ടക്കൊരു അടി അടിച്ച് കഴിഞ്ഞ് പോയാൽ തീർന്നില്ലേ? ആൾ ചത്തിട്ട് പിന്നെ എന്ത് പറയേണ്ടത് കാര്യം? അല്ല ഇപ്പൊ എനിക്ക് 2 കിട്ടുക അല്ലെങ്കിൽ ഞാൻ ചാവുക ചെയ്തോട്ടെ, എനിക്ക് കുഴപ്പമില്ല. അവൻ പുറത്തിറങ്ങാണ്ടൊന്നും വീടിന്റെ അകത്ത് ഇരുന്ന് കിട്ടിയാൽ മതിയാ. നീ എന്തിനാടപ്പം ഇങ്ങോട്ട് വന്ന്? ഞാൻ ചത്തോന്ന് അറിയാൻ വേണ്ടി വന്ന. അച്ഛൻ എന്താ ഇവിടെ ഉണ്ടായത്? അവന്മാരെ അച്ഛനെ വല്ലതും ചെയ്താ? ചെയ്തോക്ക്. നീ എന്താ ചെയ്യാൻ പോണവരെ? ഇന്ന് അവന്മാരെ കിടത്തി ഉറക്കൂല, കൊടലിയാൻ കുത്തിയാൻ പുറത്തെടുക്കൂല. എന്റെ പ്യാരിയെ എന്തിനാ ഈ വക പരിപാടികൾക്ക് പോവാൻ നിൽക്കണേ നീ? എന്തിനാ ഈ മനുഷ്യൻ ലേശം സമാധാനം കൊടുത്തോ നിനക്ക്? ദൈവത്തെ ഓർത്ത് സത്യേട്ടനെ ഉപദേശിക്കാൻ നിൽക്കല്ലേട്ടാ. ദേ ഒരു മോനുണ്ടായവനെ ഉപദേശിച്ച് ഒരു മണൂണാഞ്ചനാക്കി. നിങ്ങൾക്ക് വീട്, കുടുംബം, ഭാര്യയൊക്കെ എന്നും പറഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിൽ അടച്ചു കെട്ടിയിരുന്നാ പോരെ? നിങ്ങൾ വീട്ടിൽ സമാധാനമായിട്ട് ഇരിക്കണതേ ഞങ്ങളെ പോലത്തുള്ള പൊതുപ്രവർത്തകർ ഇവിടെ ഉള്ളതുകൊണ്ടാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകർ സത്യേട്ടനെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ എന്താണ് അവസ്ഥ? ഈ ഗാന്ധിജീനെ പോലുള്ള നേതാക്കൾ അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിലാ ഇന്ന് ഈ രാജ്യം ഉണ്ടാ? എടാ ഗാന്ധിജി ആരെങ്കിലും കത്തെടുത്ത് കുത്താൻ പോയിട്ടുണ്ടോ? ഗാന്ധിജിയുടെ അച്ഛൻ ആരെങ്കിലും വീട് കയറി തല്ലിയാ? അതിനുള്ള കാരണം അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ലല്ലോ. മോനെ അതല്ല, ഞങ്ങൾ പറയണമെന്ന് കേക്ക് നീ. എന്റെ മണ്ടുവമ്മ, ഇത് രാഷ്ട്രീയമാണ്. ഇതിൽ ചിലപ്പോ കൊള്ളും, ചിലപ്പോ കൊടുക്കും. ഇന്ന് ഇവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയേക്കണവനെ ഉണ്ടല്ല, കൊടലെടുക്കാതെ പാരി കിടന്ന് ഉറങ്ങൂല. പ്യാരി ഇന്നൊരു പ്രശ്നത്തിന് കേൾക്കലടാ, അവര് പറയണമെന്ന് കേക്കടാ നീ. എടാ നീ നിന്റെ പാട് നോക്ക്. നീ PSC പഠിച്ചിട്ടേ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിലും കൂടി കയറാൻ നോക്ക്. ഇതൊക്കെ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നവന്റെ കൊടലെടുക്കാതെ പാരി ഉറങ്ങൂല അച്ഛാ. കണ്ടോ സത്യ, ഇവനെ എങ്ങനെ ഞാൻ ഉപദേശിച്ച് നേരാക്കുക? വെട്ടാൻ പോണ പോത്തിനോടെ ഭേദം ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. ഒന്നുകൂടി പറയേട്ടാ. എന്ത് പറയണ്? അവരൊക്കെ എന്തൊക്കെ തീരുമാനിച്ചു ഉറച്ചിട്ടുണ്ടോ? അതെ 2 ദിവസം അച്ഛൻ അമ്മാവന്റെ വീട്ടിൽ പോയി എന്താണെന്ന് പറയാൻ പറ്റൂല. പ്യാരി വേണ്ട. ശീതള നീ വിട്ടേ. ശീതള നീ വിട്. ഇത് പിള്ളേ സത്യം പിടിക്കല്ലേ? എന്റെ അച്ഛനെ അവൻ കൈവച്ചണം. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതുവരെ അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുള്ളായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.